അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നാം പരിചയപ്പെട്ടത് അറേബ്യൻ നാടുകളിൽ സർവ്വസാധാരണയായി സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഏതാനും ചില വാചകങ്ങളാണ്. ഇത്തരത്തിലുള്ള ഏതാനും ചില വാചകങ്ങൾ കൂടി ഇന്ന് നമുക്ക് പരിചയപ്പെടാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സീൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അറബി പദമാണ് ഖത്മ്. തസ്രീഹ് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം പെർമിറ്റ് എന്നാണ്. റുഖ്സ എന്ന അറബി വാചകം ലൈസൻസ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. റുഖ്സ ലൈസൻസ്. മുഅക്കത്ത് എന്ന അറബി പദം താൽക്കാലികം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ടെമ്പററി, താൽക്കാലികം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് മുഅക്കത്ത് എന്ന അറബി പദം ഉപയോഗിക്കുന്നത്. മുബക്കിർ എന്ന അറബി പദം നേരത്തെ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ വന്നു, നേരത്തെ പോയി എന്നൊക്കെ പറയാൻ വേണ്ടി അറബിയിലെ മുബക്കിർ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. മുത്തഅഖിർ എന്ന പദം വൈകി വന്നു, വൈകി പോയി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മുത്തഅഖിർ എന്ന അറബി പദം ഉപയോഗിക്കുന്നത്. അർള് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ഉദ്ദേശം, ലക്ഷ്യം എന്നൊക്കെയാണ്. അതായത് പർപ്പസ്. ജിൻസിയ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം നാഷണാലിറ്റി, അതായത് പൗരത്വം. നാഷണാലിറ്റിയെ കുറിച്ച് പറയാനാണ് ജിൻസിയ എന്ന് പറയുന്നത്. ജിൻസ്, സെക്സിനെ പറ്റിയാണ് ജിൻസ് എന്ന പദം, അറബി പദം ഉപയോഗിക്കുന്നത്. ഈജാർ, റെൻറ്റ്, അതായത് വാടക. ബലദിയ, മുനിസിപ്പാലിറ്റിക്കാണ് അറബി ഭാഷയിലെ ബലദിയ എന്ന പദം ഉപയോഗിക്കുന്നത്. മിസ്ല, പോലെ, ഒരു കാര്യം അതുപോലെ ഉദാഹരണം പറയാനും ഒക്കെ അറബി ഭാഷയിലെ മിസ്ല എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. മുന്തു, മുതൽ എന്നാണ് അർത്ഥം. അതായത് ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ എന്നൊക്കെ പറയാൻ വേണ്ടി അറബി ഭാഷയിലെ മുന്തു എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. തഅ്മീൻ, ഇൻഷുറൻസ് എന്നാണ് അർത്ഥം. തഅ്മീൻ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ഇൻഷുറൻസ് എന്നാണ്. ബത്താഖ, കാർഡ് എന്നാണ് ബത്താഖ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം. ബത്താഖ, കാർഡ്. ബത്താഖത്തു ഷെഖ്സിയ എന്നാൽ ID കാർഡ് എന്നാണ് അർത്ഥം. ID കാർഡ്. ബത്താഖത്തു ഷെഖ്സിയ. ബത്താഖത്തു സിഹ എന്നാൽ ഹെൽത്ത് കാർഡ്. ബത്താഖത്തു ലമാൻ, ഗ്യാരണ്ടി കാർഡിനാണ് ബത്താഖത്തു ലമാൻ എന്ന് പറയുന്നത്. മഷ്ഊൽ, നമ്മൾ തിരക്ക്, ബിസി എന്നൊക്കെ അർത്ഥത്തിലാണ് മഷ്ഊൽ എന്ന അറബി പദം ഉപയോഗിക്കുന്നത്. ഖാലി, ഫാലി. ഫാലി എന്ന അറബി പദം ഫ്രീ, അതായത് ഒഴിവ് എന്നുള്ളതിനൊക്കെയാണ്. ഫ്രീ എന്ന അർത്ഥത്തിലാണ് ഫാലി എന്ന അറബി പദം ഉപയോഗിക്കുന്നത്. ദലീൽ, ഡയറക്ടറി. ദലീൽ എന്ന അറബി പദം ഡയറക്ടറി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഫഖത്ത്, ഓൺലി എന്ന അർത്ഥത്തിലാണ് ഫഖത്ത് എന്ന അറബി പദം ഉപയോഗിക്കുന്നത്. ഓൺലി അല്ലെങ്കിൽ മാത്രം എന്ന അർത്ഥത്തിൽ. ഹത്ത, വരെ, ഇന്നത് വരെ, അല്ലെങ്കിൽ ഒരു കാര്യം വരെ എന്ന അർത്ഥത്തിലാണ്, അതായത് ടിൽ, വരെ എന്ന അർത്ഥത്തിലാണ് ഹത്ത എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ബിദൂന, വിത്തോട്ട് എന്ന അർത്ഥത്തിൽ, അതായത് കൂടാതെ എന്ന അർത്ഥത്തിലാണ് ബിദൂന എന്ന അറബി പദം ഉപയോഗിക്കുന്നത്. അമൂല, കമ്മീഷൻ എന്ന അർത്ഥത്തിലാണ് അമൂല എന്ന അറബി പദം ഉപയോഗിക്കുന്നത്. സബൂൻ, ഉപഭോക്താവ് എന്നാണ് അർത്ഥം. ക്ലയൻറ്റ്, ഉപഭോക്താവ്. ഈസ്വാല്, റെസിപ്റ്റിനാണ് ഈസ്വാല് എന്ന അറബി പദം സൂചിപ്പിക്കുന്നത്. ഫാത്തൂറ, ഇൻവോയ്സ് എന്ന അർത്ഥത്തിനാണ് ഫാത്തൂറ എന്ന അറബി പദം ഉപയോഗിക്കുന്നത്. ഖസാറ, നഷ്ടം, ലോസിനാണ് ഖസാറ എന്ന് പറയുന്നത്. റസീദ്, ഫണ്ടിന് അല്ലെങ്കിൽ ബാലൻസിനൊക്കെയാണ് റസീദ് എന്ന് പറയുന്നത്. ഖർള്, ലോൺ എടുക്കുന്നതിന്, വായ്പക്ക് ഒക്കെയാണ് ഖർള്. മീസാനിയ, ബജറ്റ് എന്നാണ് അർത്ഥം. മീസാനിയ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ബജറ്റ് എന്നാണ്. ദൈന്, കടം എന്ന അർത്ഥത്തിലാണ് ദൈൻ എന്ന അറബി പദം ഉപയോഗിക്കുന്നത്. ലർബത്ത്, ലർബിയ, നികുതി, അതായത് ടാക്സിനാണ് ലർബിയ എന്ന് പറയുന്നത്.
റുസൂം ചാർജ് എന്ന അർത്ഥത്തിലാണ് റുസൂം എന്ന അറബി പദം ഉപയോഗിക്കുന്നത്. നഖദ് ക്യാഷിനാണ് നഖദ് എന്ന് പറയുന്നത്, റൊക്കം, ക്യാഷ്. തൻസീലാത്ത് ഡിസ്കൗണ്ടിന് തൻസീലാത്ത് എന്നാണ് പറയുന്നത്, വിലക്കുറവിന് ഡിസ്കൗണ്ടിനൊക്കെ തൻസീലാത്ത് എന്ന അറബി പദമാണ് ഉപയോഗിക്കുന്നത്. ത്വലബ് ഡിമാൻഡ് ഇൻതാജ് പ്രൊഡക്ഷനാണ് ഇൻതാജ് എന്ന് അറബി വാക്ക് ഉപയോഗിക്കുന്നത്. സഹമ് ഷെയർ എന്ന അറബി പദം ഷെയർ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒൻവാന് വിലാസം, അഡ്രസ്സ് പറയാനാണ് ഒൻവാന്. ഹാത്തിഫ് ടെലിഫോണിനാണ്, ഹാത്തിഫ് എന്നാൽ ടെലിഫോൺ എന്നാണ് അർത്ഥം. പറയപ്പെട്ട എല്ലാ വാക്കുകളും ഉച്ചാരണം കൃത്യമായി കേട്ട് മനസ്സിലാക്കി ഉച്ചരിച്ച് ശീലിക്കണം. കാരണം അറബി ഭാഷയിൽ ഉച്ചാരണം മാറുന്നതോടുകൂടി വാക്കുകളുടെ അർത്ഥവും മാറുന്നുണ്ട്. ഈ വീഡിയോ അറബി ഭാഷ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.